ഹലോ. നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 25 ചോദ്യങ്ങളാണ്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. അതിൽ 25 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞതാണ്. ഇനി ഒരു 25 ചോദ്യം. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പം എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണം, അതേപോലെ തന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇംപീച്ച്മെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്, ദെൻ റിപ്പബ്ലിക് ഡേയുടെ കാര്യം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂവേഷൻ ആണ്. 25 ക്വസ്റ്റ്യൻസ് വരെ നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം 26ാമത്തെ ചോദ്യം മുതലാണ് ഈ ഒരു സെഷൻ തുടങ്ങുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. എന്താണ്? which among the following has been which അല്ല, who among the following has been appointed as the new chairperson of the National Company Law Tribunal NCLAT for a period of 4 years or until he attains the age of 70 years, whichever is the earliest in November 2021. സോ ഇദ്ദേഹം തന്നെയാണ് ഇപ്പോഴും NCLATയുടെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അപ്പം ഇവരുടെ ടേം ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 4 years അല്ലെങ്കിൽ 70 years ആണ് വരുന്നത്. അപ്പം ആരാണ് ആ ഒരു വ്യക്തി, ചെയർപേഴ്സൺ ഓഫ് ദി NCLAT എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതാണോ? വിക്രം സെത്ത്, BV നാഗരത്ന. BV നാഗരത്ന നമുക്കറിയാം ഇപ്പോഴും സുപ്രീം കോർട്ടിലെ ഒരു ജഡ്ജാണ്. ആൻഡ് ദെൻ ജസ്റ്റിസ് അശോക് ഭൂഷൺ ആൻഡ് ജസ്റ്റിസ് അഭയ് ഓഖ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ റിട്ടയേർഡ് ജഡ്ജായ ജസ്റ്റിസ് അശോക് ഭൂഷണാണ് ചെയർപേഴ്സൺ ഓഫ് ദി നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം ഫോമർ ജഡ്ജാണ്, നമ്മുടെ സുപ്രീം കോർട്ടിലെ ഫോമർ ജഡ്ജാണ് ഇദ്ദേഹം. സോ റിട്ടയേർഡ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ടാണ്. എന്ന് മാത്രമല്ല കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കേരള ഹൈക്കോർട്ടിൻ്റെ 31ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അശോക് ഭൂഷൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഇദ്ദേഹം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ എ ബൈക്യാമറൽ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ? അല്ലേ? ബൈക്യാമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 ഹൗസാണ്. ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമാണ്. ബൈ എന്ന് പറഞ്ഞാൽ 2ആണ്. സോ 2 ഹൗസസ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ, അതായത് ലോക്സഭ, ആൻഡ് ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് രാജ്യസഭ. അപ്പം ഇത് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നാണ് ചോദ്യം വരുന്നത്. ഏതാണ്? ഓപ്ഷൻസ് 49, 59, 79 and 89. അതായത് എല്ലാം 9 വെച്ച് അവസാനിക്കുന്നതാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻസർ വരുന്നത് ഇത് മാത്രമാണ്, 79 എന്ന് പറയുന്നത്. ഓക്കെ, 49 എന്തായാലും ഇതിനകത്ത് പെടാൻ സാധ്യതയില്ല. കാരണം എന്താണ്? 49 എന്ന് പറയുന്നത് DPSP ആണ്, മോണുമെൻറ്റ്സ് സംരക്ഷിക്കണം എന്ന് പറയുന്നതാണ് 49 എന്ന് പറയുന്നത്. മോണുമെൻറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഒക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ് 49 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 59 പറയുന്നത് ഇറ്റ് ഇസ് അബൌട്ട് ദി പ്രസിഡൻറ്റ്, അതായത് കണ്ടീഷൻ ഓഫ് ദി പ്രസിഡൻസ് ഓഫീസാണ് ആർട്ടിക്കിൾ 59 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 89 പറയുന്നത് രാജ്യസഭയിലെ ചെയർപേഴ്സണെ കുറിച്ചാണ് പറയുന്നത്. ചെയർപേഴ്സണും അതേപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർപേഴ്സൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഏകദേശം ഒരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആർട്ടിക്കിൾ 79 ആണ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ, 2 ഹൗസിൻ്റെ കാര്യം പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഓൺ 28 June 2021 the Supreme Court held that persons with disabilities have a right to reservation in promotion under Article 16 Clause 4 of the Constitution of India 1950 in the case of. സോ വലിയൊരു ചോദ്യമാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഡിസബിലിറ്റിയുടെ കേസിൽ, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ അവർക്ക് റിസർവേഷൻ ഇൻ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞത് 2021 ഏത് കേസാണെന്നാണ് ചോദ്യം. അതായത് വാർത്ത, അല്ലെങ്കിൽ നമുക്ക് വാർത്ത ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് നോക്കിയാൽ ഇന്ദിരാ സാനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇതെന്തായാലും വരാൻ സാധ്യതയില്ല. കാരണം ഇറ്റ്സ് എ വെരി പോപ്പുലർ കേസ് ആൻഡ് ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ബാക്ക്വേർഡ് ക്ലാസ്സസ്. 1992 ബാക്ക്വേർഡ് ക്ലാസ്സസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്ദിരാ സോനി കേസ് എന്ന് പറയുന്നത്. സോ അത് എന്തായാലും നമുക്ക് വരാൻ പോകുന്നില്ല. അടുത്തത് രാജീവ് കുമാർ വേഴ്സസ് രംഗാചാരി എന്ന് പറയുന്നതും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആണ്. ആൻഡ് പ്രൊമോഷൻ, റിസർവേഷൻ ഇൻ പ്രൊമോഷൻ തന്നെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ കേസിൻ്റെ കാലഘട്ടം ഇത്തിരി വ്യത്യാസമുണ്ട്. ദാറ്റ് വാസ് ഇൻ 2016. ആ ഒരു സമയത്താണ്. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസാമ ജോസഫാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2021 ഒരു കേസാണ്. സോ കേരളത്തിലെ ഒരു കേസായിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഇതാണ്. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് NM തോമസ് എന്ന് പറയുന്ന ഈ ഒരു കേസ് എന്ന് പറയുന്നത് പഴയ ഒരു കേസാണ്. ദാറ്റ് ഹാപ്പൻ ഇൻ 1976 കേസാണ്. അപ്പം ഇതിനകത്ത് ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബിനും റിസർവേഷൻ ഇൻ പ്രൊമോഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആ ചോദ്യം, ആ ഒരു ക്വസ്റ്റ്യൻ എക്സാമിൻ ചെയ്യുന്നതാണ്. അങ്ങനെ പ്രൊമോഷൻ കൊടുക്കണോ,
അല്ലെങ്കിൽ അത് വയലേഷൻ ഓഫ് ഇക്വാളിറ്റി ആണോ എന്നൊക്കെയുള്ള കേസ് അത് എക്സാമിൻ ചെയ്യുന്നതായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് NN തോമസ്. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഇതാണ്, സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസമ്മ ജോസഫ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇസ് എ ബിറ്റ് ലോങ് അല്ലേ, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് ഓർ ആർ കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റ്ലി മാച്ച് ആണോ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആൻഡ് റിഗാർഡിംഗ് ദി ടെർമിനോളജി യൂസ്ഡ് ഇൻ പാർലമെൻറ്റ്. സോ പാർലമെൻറ്റിലെ ഈ ടെർമിനോളജി എന്ന് പറയുന്നത് എന്താണ്? അപ്രോപ്രിയേഷൻ ബിൽ, ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ആൻഡ് ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ. ഇതും ഇതിൻ്റെ ഡെഫിനിഷനും ആ ഒരു ടെർമിനോളജി എക്സ്പ്ലെയിൻ ചെയ്തത് കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് അപ്രോപ്രിയേഷൻ ബിൽ. അപ്രോപ്രിയേഷൻ ബിൽ എന്താ പറയുന്നത്? മണി ബിൽ. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക, ശ്രദ്ധിച്ച് നോക്കുക, വായിക്കണം. ഇത് മണി ബിൽ പാസ്ഡ് ഫോർ പ്രൊവൈഡിംഗ് ഫോർ ദ വിത്ത്ഡ്രോവൽ ഓർ അപ്രോപ്രിയേഷൻ ഫ്രം ആൻഡ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇതിനകത്തൊരു 3 കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മണി ബില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ്, രണ്ടാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ചെയ്യാം എന്നുള്ള കേസാണ്. എവിടെ നിന്നാണ്? ഫ്രം ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പം ഈ 3 കോൺസെപ്റ്റും ശരിയാണ്. അപ്പം അപ്രോപ്രിയേഷൻ ബില്ലിൻ്റെ ഈ എക്സ്പ്ലനേഷൻ ശരിയാണ്. അതായത് വരുന്ന ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ശരിയാണെന്ന് പറയാവുന്നതാണ്. പക്ഷേ നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻസും വരുന്നതാണ്. അവ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം വരുന്ന ഓപ്ഷൻ കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഇതിൽ നിന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് രണ്ടാമത്തത് വായിച്ചേ പറ്റൂ. ഇത് ശ്രദ്ധിക്കുക. അപ്രോപ്രിയേഷൻ ബില്ല്, നാളെ ഒരു ചോദ്യം വരുവാണ്, അപ്രോപ്രിയേഷൻ ബില്ല് ഏത് ആർട്ടിക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 114 ഓക്കെ. നൗ ലെറ്റ് us see this the next one. What is that? ഡിമാൻഡ് ഫോർ ഗ്രാൻസ്. എന്താണ് ഡിമാൻഡ് ഫോർ ഗ്രാൻസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇയർ മാർക്കിംഗ് ഓഫ് ബജറ്ററി അലോക്കേഷൻ ഫോർ മീറ്റിംഗ് ഓൺലി പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് എ മിനിസ്ട്രി ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ശരിയാണോ തെറ്റാണോ കണ്ടുപിടിക്കാൻ എളുപ്പ മാർഗ്ഗമുണ്ട്. അതെന്താണെന്നറിയാം? ഈ ഓൺലി. ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഇത് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. ജനറലി അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് ഉത്തരമായിട്ട് വരാൻ അല്ലെങ്കിൽ ശരിയാവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലി പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതിലെന്തോ ദുരൂഹതയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അത് ഒരു പ്രശ്നക്കാരനാണ്. ഇൻഫാക്റ്റ് ഓൺലി പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ അല്ല, എല്ലാ തരത്തിലുള്ള എക്സ്പെൻഡിച്ചറും ഡിമാൻഡ് ഫോർ ഗ്രാൻഡ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ ഇത് ആർട്ടിക്കിൾ 113 വരുന്നത്. 113 113 വരുന്നത്. സോ ഓൺലി പ്ലാൻഡ് എക്സ്പെൻഡിച്ചർ അല്ല, എക്സ്പെൻഡിച്ചർ എല്ലാ തരത്തിലുള്ള എക്സ്പെൻഡിച്ചറും ആണ് ഇതിനകത്ത് വരുന്നത്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മീൻസ് ബി വരാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുക്കണം. ബി വരാത്തൊരു സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുന്നുണ്ടോ? ഒരു ഗുണവുമില്ല. കാരണം എന്താണ്? വീണ്ടും സിയും ഡിയും. പിന്നെ നമുക്ക് കറക്കി കുത്തുന്നതിനേക്കാൾ നല്ലതാണ് എന്ത് ചെയ്യുന്നത്? ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ കൂടി ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ മൂന്നാമത്തതും കൂടി ഒന്ന് നോക്കിയാൽ, ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ ഫോർ റേസിംഗ് എ ഡിസ്കഷൻ ഓൺ എ മാറ്റർ ഓഫ് ഏർജൻറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസ് ഫോർ വിച്ച് എ നോട്ടീസ് ഹാസ് ടു ബി ഗിവൺ ബൈ എ മെമ്പർ ആൻഡ് സപ്പോർട്ടഡ് ബൈ 50 members. ഒരുപാട് കാര്യങ്ങൾ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷനിൽ പറയുന്നുണ്ട്. അതായത് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും വായിച്ച് നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ തെറ്റാണെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. അപ്പം നമുക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഒരു ഒഴുക്കം മട്ടി പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. സോ ലെറ്റ് us see the answer. എന്താണ്? റേസിംഗ് എ ഡിസ്കഷൻ. യെസ്, കറക്റ്റ്. ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. അത് ഒരു ഡിസ്കഷൻ റേസ് ചെയ്യാണ് ചെയ്യുന്നത്. ആരാ റേസ് ചെയ്യുന്നത്? എന്തിനാണ് റേസ് ചെയ്യുന്നത്? ഓൺ എ മാറ്റർ ഓഫ് ഏർജൻറ്റ് പബ്ലിക് ഇമ്പോർട്ടൻസ്. വളരെ അർജൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷനിൽ എടുക്കാവുന്നതാണ്. ആരാണ് അത് റേസ് ചെയ്യുന്നത്? ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഗിവൺ ബൈ എ മെമ്പർ. ദാറ്റ്സ് റൈറ്റ്. ഒരു മെമ്പറാണ് അത് റേസ് ചെയ്യുന്നത് മെമ്പർ ആണെന്ന് മാത്രമല്ല, മെമ്പർ റീസണും കൂടി കൊടുക്കണം. എന്ത് കാരണത്തിലാണ് ഞാനൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു റീസണും കൂടി കൊടുക്കണം. ഇതിലൊരു കോൺസെപ്റ്റ് തെറ്റാണ്. അതേതാണ്? സപ്പോർട്ടഡ് ബൈ 50 members. ഇതില്ല. ഈ സപ്പോർട്ടഡ് ബൈ 50 members എന്ന് പറയുന്നത് നോ കോൺഫിഡൻസ് മോഷനിലാണ് അങ്ങനെ ഒരു കേസ് വരുന്നത്. സോ ദാറ്റ് ഈസ് അവിശ്വാസ പ്രമേയത്തിൻ്റെ കാര്യത്തിലാണ് അങ്ങനെ ഒരു കേസ് വരുന്നത്. 50 members സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ മാത്രമാണ് നടക്കുന്നത്. അപ്പം അവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു പോർഷൻ ഇതിൻ്റെ ഭാഗമല്ല, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പം നമുക്കൊരു ചെറിയൊരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരം തെറ്റിപ്പോകും. നമുക്കറിയാമല്ലോ, മാർക്സും അതുപോലെ തന്നെ നമുക്ക് നഷ്ടമാകും. നെഗറ്റീവ് മാർക്സ് ഉള്ളതാണ്. അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷനും എന്താണ്? തെറ്റാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ആകെ മാത്രമേ ശരിയുള്ളൂ. മാത്രം ശരി വരുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ സി. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യം നമുക്ക് ചെയ്യാൻ കോൺഫിഡൻസ് തരുന്നത് നമ്മൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇങ്ങനെയുള്ളൊരു ചോദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യണം. ഒന്നാമത്തെ സമയം
ഒരുപാട് പോക്കാണ്. രണ്ടാമത്തെ കേസ് നമുക്ക് ഉറപ്പില്ല എങ്കിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ ഈ രണ്ടിലും മൂന്നാമത്തേലെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു പോർഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇത് നമുക്ക് പിന്നെ ട്രിക്കിലൂടെ കണ്ടുപിടിക്കാം. പക്ഷേ ഇതിൽ നമുക്ക് ശരിക്കും ആൻസർ അറിയണം. ശരിക്കും ആ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഡിസ്കഷൻ എന്താണെന്ന് ശരിക്കും അറിയണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 30th ക്വസ്റ്റ്യൻ, അതായത് ഈ സെഷനിലല്ല, ടോട്ടലി നമ്മൾ 30ാമത്തെ ചോദ്യമാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 30ാമത്തെ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഒരു സിറ്റുവേഷൻ തന്നിരിക്കുവാണ്. ആ സിറ്റുവേഷൻ നമ്മൾ മുഴുവൻ വായിച്ച് നോക്കിയിട്ട് അതിലേത് ആർട്ടിക്കിളാണ് സ്യൂട്ടബിൾ ആവുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ ദറ്റ് മീൻസ് ആർട്ടിക്കിൾസ് അറിയുമ്പോൾ നല്ല ക്ലാരിറ്റി വേണം. ജസ്റ്റ് ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ പഠിച്ചു പോയാൽ പോരാ, അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കൂടി അറിയണം. നമുക്ക് ചോദ്യം ഒന്ന് നോക്കിയാലോ. അസ്യൂം എ സിറ്റുവേഷൻ വെയർ എ ഹാസ് ഗോൺ ടു എ സിനിമ ഹാൾ with her friends to watch a movie. Okay, and in the next seat she realizes that it is her maid who is also watching the movie. അപ്പം അതിനർത്ഥം എ സിനിമ ഹാളിൽ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി തൊട്ടടുത്ത സീറ്റിൽ ആരാ ഇരിക്കുന്നത്? മെയ്ഡ് ഇരിക്കുന്നത്. ഡൊമസ്റ്റിക് ഹെൽപ്പ് അവിടെ ഇരിക്കുകയാണ് അല്ലേ? ആൻഡ് ദെൻ നൗ എ ആസ് ഹെർ മെയ്ഡ് ടു ലീവ് ദ സിനിമ ഹാൾ. ഇനി എ എന്താ പറയുന്നത്? എൻ്റെ കൂടെ നിങ്ങൾ വന്നിരുന്ന് സിനിമ കണ്ടാൽ നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ ഹാളിൽ ലീവ് ചെയ്യണമെന്ന് ഡിമാൻഡ് ചെയ്യുവാണ്. അപ്പോൾ in the above scenario, which of the following article of the Constitution of India can provide a relief to the maid? So ഇങ്ങനെ ഒരു കേസ് വരുമ്പം മെയ്ഡിന് റിലീഫ് കൊടുക്കുന്നത്, മെയ്ഡിന് ആശ്വാസം കൊടുക്കുന്നത്, മെയ്ഡിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം കൊടുക്കുന്ന ഏത് ആർട്ടിക്കിളാണ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് ആർട്ടിക്കിൾ വരുന്നത്? 16, 15, 18 ആൻഡ് 17. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇതെല്ലാം തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. കാരണം മെയ്ഡിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അവിടെ, അവകാശമാണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് കൊടുക്കുന്നത്? അതിന് ആർട്ടിക്കിൾ 16 എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണം. ആർട്ടിക്കിൾ 16 എന്താണ്? ഓപ്പർച്യൂണിറ്റീസ് ഇൻ എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. ഇത് ഇവിടെ വരുന്നില്ല. അതായത് ഇവിടെ എംപ്ലോയ്മെൻ്റ് ഒന്നും ഡിനൈ ചെയ്തിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു കേസ് ഇവിടെ പറയുന്നില്ല. ഇത് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇതൊരു പ്രൈവറ്റ് പാർട്ടി തമ്മിലുള്ള പ്രശ്നമാണ്. ആൻഡ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത് ടൈറ്റിൽസ് ആണ്. സോ ടൈറ്റിലിൻ്റെ കേസൊന്നും ഇവിടെ വരുന്നതേ ഇല്ല. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. ഇവിടെ മെയ്ഡിൻ്റെ കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അസ്യൂം ചെയ്യാനും പറ്റില്ല ആ മെയ്ഡ് ഇന്ന കാസ്റ്റിൽ പെട്ടതാണെന്നുള്ളത്. അൺടച്ചബിലിറ്റി ഒരു കേസ് ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഏതാണ്? ആർട്ടിക്കിൾ 15ൻ്റെ വയലേഷനാണ്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ് പറയുന്നത് അല്ലേ? റിലീജിയൻ്റെ പേരിലോ, റേസിൻ്റെ പേരിലോ, കാസ്റ്റിൻ്റെ പേരിലോ, സെക്സിൻ്റെ പേരിലോ, പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സ്റ്റേറ്റസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരാളോട് ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു മുഴുവൻ കാര്യങ്ങളും കവർ ചെയ്യുന്നത് ആർട്ടിക്കിൾ 15ലാണ്. മറ്റതിലെല്ലാം തന്നെ എടുത്തെടുത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആർട്ടിക്കിൾ 15 കുറച്ചും കൂടി വൈഡാണ്. സോ ആർട്ടിക്കിൾ 15ൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലീഫ് മെയ്ഡിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 നമുക്ക് നോക്കാം. എന്താണ്? ആഡഡ് 4 new subjects, Article 39, Article 39A, 43 capital A, 48A in the Directive Principles of State Policy. So അതായത് ഏത് DPSPയിലെ ഈ 4 ആർട്ടിക്കിൾസ് ആഡ് ചെയ്തത് ഏത് അമെൻമെൻറ്റ് വഴിയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ഏതാ കൊടുത്തിരിക്കുന്നത്? 42nd Amendment Act of 1976, 41st, 40 and 39th. അപ്പോൾ ഇതിൽ നമ്മൾ ഇതൊന്നും നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ അമെൻമെൻറ്റ് ഈ DPSPയിൽ വന്നിരിക്കുന്നത് തന്നെ 42nd Amendment Act of 1976 ആണ്. ഇത്രയും 4 ആർട്ടിക്കിൾസാണ് അതിനകത്ത് ആഡ് ചെയ്യപ്പെട്ടത്. സോ 42nd Amendmentന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയാറുണ്ട്. അതിൽ ആർട്ടിക്കിൾ 39 ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 39 എല്ലാ കാര്യങ്ങളും മാറ്റി എന്നുള്ളതല്ല. ആർട്ടിക്കിൾ 39 ഒരു പുതിയ കാര്യം ഇൻക്ലൂഡ് ചെയ്തു. അതായത് ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രന് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നുള്ളത് ആർട്ടിക്കിൾ 39 ഒരു ക്ലോസ് ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഒരുപാട് കാര്യങ്ങൾ 39 പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം കൂടി ആഡ് ചെയ്യപ്പെട്ടു, ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ആൻഡ് 39 ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആണ് 39 ക്യാപിറ്റൽ എയിൽ പറയുന്നത്. ആൻഡ് 43 എയിൽ പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. സോ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം ഇൻഡസ്ട്രീസ് മാനേജ് ചെയ്യുമ്പോൾ എന്നുള്ളതാണ് 43 എയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 48A എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവയൺമെൻറ്റിൻ്റെ കേസാണ് വരുന്നത്. സോ ദാറ്റ് ഓൾ ഹാപ്പൻ ഇൻ 1976. നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. വാട്ട് ഇസ് ദ 32nd ക്വസ്റ്റ്യൻ? ഹൂ വാസ് ദി ചെയർമാൻ ഓഫ് ദ 15th ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? സോ
15th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാന്നാണ് ചോദ്യം. വിജയ് കേൽക്കർ, വൈ വി റെഡ്ഡി, എൻ കെ സിംഗ്, എ കെ ചന്ദ. സോ ദിസ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ പഠിച്ചിട്ട് പോകേണ്ടതുമാണ്. എൻ കെ സിംഗ് ആണ് 15th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ. ഫിനാൻസ് കമ്മീഷൻ്റെ ആർട്ടിക്കിൾ ഓർക്കുക, ആർട്ടിക്കിൾ 280 ആണ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. ഇക്കൂട്ടത്തിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ അത്? 16th ഫിനാൻസ് കമ്മീഷൻ ഓൾറെഡി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടു, എന്നാൽ 15th ഫിനാൻസ് കമ്മീഷൻ്റെ ടൈം കഴിഞ്ഞിട്ടുമില്ല. സോ കാരണം 16th ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് 2026 മാത്രമാണ് നിലവിൽ വരേണ്ടത്, 16th ഫിനാൻസ് കമ്മീഷൻ. പക്ഷേ അത് ഇപ്പോഴേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആൻഡ് 16th ഫിനാൻസ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രമല്ല, അതിന് ചെയർപേഴ്സണും വന്നു എന്നുള്ളതാണ്. അരവിന്ദ് പനഗരിയാണ് ഇതിൻ്റെ ചെയർപേഴ്സൺ, 16th ഫിനാൻസ് കമ്മീഷൻ. സോ ഫിനാൻസ് കമ്മീഷൻ നമ്മൾ എടുത്ത് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 15th ആണോ 16th ആണോ ചോദ്യം എന്നുള്ളത് ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിൾസും ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഇസ് അബൌട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ വിധാൻ പരിഷത്തിനെ കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം, ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വായിക്കണം കേട്ടോ. കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. സോ എന്താണ്? ദ മാക്സിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഈസ് ഫിക്സ്ഡ് അറ്റ് 1/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലി. സോ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദി അസംബ്ലിയുടെ 1/3 എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പം അസംബ്ലി നിയമസഭ ഉണ്ടെങ്കിൽ, ആ ഒരു സ്റ്റേറ്റിന് നിയമസഭ ഉണ്ടെങ്കിൽ ആ നിയമസഭയുടെ 1/3 ആയിരിക്കണം കൗൺസിലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതിൽ കൂടാൻ പാടില്ല. ഓക്കെ. അടുത്തത് എന്താ പറയുന്നത്? മിനിമം സ്ട്രെങ്ത് ഓഫ് ദ കൗൺസിൽ ഈസ് ഫിക്സ്ഡ് അറ്റ് 40. അതും ശരിയാണ്. അതായത് മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40 പേരിൽ കുറയാനും പാടില്ല. ആൻഡ് 1/3 അസംബ്ലിയുടെ 1/3 കൂടാനും പാടില്ല. അങ്ങനെ ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എ ടോട്ടൽ ഓഫ് 5/6 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആർ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ്. ദാറ്റ് ഈസ് കറക്റ്റ്. സോ ഈ ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ് ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അത് 5/6. ഈ 5/6 കണക്ക് വരാനുള്ള കാര്യം എന്താണ്? ഓരോ സ്റ്റേറ്റിനും ഓരോ നമ്പറാണ് വരുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ 5/6 ഇലക്റ്റഡ് ആയിരിക്കണം. ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആണ്, അല്ലാതെ നമ്മൾ നിയമസഭയിൽ ഇലക്ഷൻ നടക്കുന്ന പോലെ ഒരു ഡയറക്റ്റ് ഇലക്ഷൻ അല്ല. സോ ഇൻഡയറക്റ്റ് ഇലക്ഷനാണ്. നമ്മൾ അവരെ വിളിക്കുന്നതാണ് MLC എന്നാണ് അവരെ വിളിക്കുന്നത്. ഓക്കെ. ഇനി പിന്നെ ഒരു 1/6 ബാക്കിയില്ലേ, അവരെ എങ്ങനെയാണ്? ദേ ആർ നോമിനേറ്റഡ്. ആരെ നോമിനേറ്റ് ചെയ്യുന്നത്? ദേ ആർ നോമിനേറ്റഡ് ബൈ ദി ഗവർണർ. സോ അതും ഓർത്ത് വയ്ക്കുക, 1/6 നോമിനേറ്റഡ് മെമ്പേഴ്സാണ്. ഇനി സോ എയും ബിയും സിയും ശരിയാണ്. എയും ബിയും സിയും ശരിയാണ്. എയും ബിയും സിയും ശരിയാണ്. പിന്നെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, ഡി ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. കാരണം എന്താണ്? നമുക്കൊരു ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലോ, ഇത് രണ്ടും എന്തായാലും നമുക്ക് വേണ്ട. ഈ രണ്ട് ഓപ്ഷനും നമുക്ക് എടുക്കണ്ട. നൗ വി ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ഓപ്ഷൻ ബി ആൻഡ് സി. നമുക്ക് നോക്കിയാലോ. ദ നോമിനേഷൻസ്, ദാറ്റ് ഈസ് ദ നോമിനേറ്റഡ് മെമ്പേഴ്സ് മെയ്ഡ് ബൈ ദി ഗവർണർ ക്യാൻ ബി ചലഞ്ച്ഡ് ഇൻ ദ കോർട്ട്. ബേസിക്കലി നമുക്ക് പൊളിറ്റി ഒന്ന് വായിക്കുന്ന ഒരാൾക്ക് അറിയാം, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കോർട്ടിൽ ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ രാജ്യസഭയിലെ നോമിനേഷൻ ആയാലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നോമിനേഷൻ ആയാലും സാധാരണ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? എ, ബി ആൻഡ് സി. എയും ബിയും സിയും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയാവുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത ക്വസ്റ്റ്യനും എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറയുന്നത്? റിഗാർഡിംഗ് ദി റിമൂവൽ ഓഫ് ദി പ്രസിഡന്റ് ആണ്. അതായത് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് പ്രോസസ്സിനെ കുറിച്ചാണ്. സോ അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊന്ന് നോക്കിയാലോ. ദ ഇംപീച്ച്മെന്റ് പ്രോസസ് ക്യാൻ ബി ഇനീഷ്യേറ്റഡ് ഇൻ ഈതർ ഹൗസ് ഓഫ് പാർലമെന്റ്. ദാറ്റ്സ് റൈറ്റ്. ഈതർ ഹൗസ് ഓഫ് പാർലമെന്റിൽ പോസിബിൾ ആണ്. സോ ഓപ്ഷൻ എ വരുന്നത് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എ വരുന്ന 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. അടുത്ത നോക്കിയാലോ. ദ ഇംപീച്ച്മെന്റ് ചാർജസ് മസ്റ്റ് ബി സൈൻഡ് ബൈ 1/3 മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഇൻ വിച്ച് ദ പ്രോസസ് ഇസ് ഇനീഷ്യേറ്റഡ്. സോ ഏതെങ്കിലും ഒരു ഹൗസിൽ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ 1/3 മെമ്പേഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട്. 1/3 മെമ്പേഴ്സ് അല്ല സൈൻ ചെയ്യേണ്ടത്, 1/4 ആണ്. സോ 1/4 മെമ്പേഴ്സാണ് അവിടെ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഇംപീച്ച്മെന്റ് ചാർജസ് സൈൻ ചെയ്യേണ്ടത്. സോ ബി വരാത്തൊരു ഓപ്ഷൻ വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. എന്നാൽ അതിനകത്ത് എ വേണം താനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റേറ്റ്മെന്റ് സി എന്താ പറയുന്നത്? ഇൻ ദ ഇംപീച്ച്മെന്റ് പ്രോസസ് 30 days നോട്ടീസ് പീരിയഡ് ഷുഡ് ബി ഗിവൺ ടു ദ പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. 30 ദിവസവും നമ്മൾ ഒരു പരിപാടിക്കും കൊടുക്കുന്നില്ല. എന്താ അത്? 14 days നോട്ടീസ് പീരീഡ് ആണ് കൊടുക്കുന്നത്. 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് ആണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? സോ ഡി എന്തായാലും കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആണോ നോക്കാം. ദ ഇംപീച്ച്മെന്റ് റെസൊല്യൂഷൻ ഇസ് പാസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ്. ദാറ്റ് ഈസ് റൈറ്റ്. 2/3 ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദി ഹൗസ് ആണ്. ഇങ്ങനെയുള്ളൊരു ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ
എ ശരിയാണെന്ന് കണ്ടു, ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബി തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മൾ എല്ലാം ശരിയാണോ എന്ന് ഇപ്പം നമ്മൾ എക്സാമിൻ ചെയ്തതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ട, അത്രയൊന്നും സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് ആ ഉത്തരം കിട്ടി, നമുക്ക് ഉത്തരം കിട്ടി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, കാരണം സ്പീഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് മെൻഷൻ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? സോ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ആസ് ക്ലിയർ ആസ് എ ഡേ അല്ലേ, ഒരു ഇത് പകല് പോലെ നമുക്ക് വളരെ വ്യക്തമാണ് ഈ ആൻസർ ഏതാണെന്നുള്ളത്. ദാറ്റ് ഇസ് റൈറ്റ് ടു വോട്ട്. റൈറ്റ് ടു വോട്ട് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. അതേസമയം റൈറ്റ് ടു ഇക്വാളിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 to 18 റൈറ്റ് ടു ഇക്വാളിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 25 to 28 എന്ന് പറയുന്നത് റിലീജിയനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 19 to 22 എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം വരുന്നുണ്ട്. സോ അതിനകത്ത് റൈറ്റ് ടു വോട്ട് അതിനകത്ത് വരുന്നില്ല. അടുത്ത നോക്കിയാൽ ദ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ലിസാമ ജോസഫ് കേസ് ഡീൽസ് വിത്ത്, നമ്മൾ കണ്ടു എവിടെയാ ലിസാമ ജോസഫ് കേസ് ആണെങ്കിൽ വരുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ്. സോ ഒരു തവണ നമ്മളത് പഠിച്ചു, ഇപ്പം അതിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ദാറ്റ് ഇസ് ഡിസബിലിറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്? ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അപ്പോയിന്റഡ് ആസ് ദി ഡാഷ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ April 2022. സോ ജസ്റ്റിസ് DY ചൂഡ് എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണെന്നാണ് ചോദ്യം. 48th, 47th, 46th and 50th. എന്താണ് ആൻസർ വരുന്നത്? 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. സോ പ്രസന്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്, ഓർത്തു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ആസ് പെർ ആർട്ടിക്കിൾ 172 ക്ലോസ് 2. ഓക്കെ, ക്ലോസ് ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ക്ലോസ് 2 ഡാഷ് ഓഫ് എ സ്റ്റേറ്റ് ഷാൽ നോട്ട് ബി സബ്ജക്റ്റ് ടു ഡിസൊല്യൂഷൻ. ഇത് ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ അറിയില്ലെങ്കിലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എന്താ റീസൺ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു സ്റ്റേറ്റിലെ ഏതോ ഒരു ഹൗസിൽ ഡിസൊല്യൂഷൻ ഇല്ല എന്നാണ് പറയുന്നത്, ഡിസോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം അസംബ്ലി ഡിസോൾവ് ചെയ്യുന്നുണ്ട്. 2 ഹൗസ് ആണല്ലോ പോസിബിൾ ആയിട്ട് വരുന്നത് ഒരു സ്റ്റേറ്റിന്, അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതിൽ അസംബ്ലി എന്തായാലും ഡിസോൾവ് ചെയ്യും 5 കൊല്ലം കഴിയുമ്പോൾ. 5 കൊല്ലം കൂടുമ്പോൾ ഡിസോൾവ് ചെയ്തിട്ട് പുതിയൊരു ഹൗസാണ് വരുന്നത്. ഡിസോൾവ് ചെയ്യാത്ത ഒരേ ഒരു ഹൗസേ ഉള്ളൂ, അതേതാണ്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സോ ദിസ് ആർട്ടിക്കിൾ 172 ക്ലോസ് 2 എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാരണം എന്താണ്? 1/3 ഓഫ് ദി മെമ്പേഴ്സ്, ജസ്റ്റ് ലൈക്ക് ഇൻ രാജ്യസഭ, രാജ്യസഭയിലെ പോലെ തന്നെ 1/3 ഓഫ് ടോട്ടൽ ഹൗസ് മുഴുവനായിട്ടും ഹൗസിലെ മുഴുവൻ ആൾക്കാരും പോകുന്നില്ല. 1/3 ഓഫ് ദി മെമ്പേഴ്സ് എവറി 2 years, 2 വർഷത്തെ അവസാനമാകുമ്പോൾ 1/3 ഓഫ് ദി മെമ്പേഴ്സ് മാത്രമേ പോകുന്നുള്ളൂ. സോ ബാക്കിയുള്ളവർ അവിടെ തന്നെ കിടപ്പുണ്ട്. പിന്നെ ഒരു 1/3 പിന്നീട് വരുക ചെയ്യുന്നത്. സോ ആ ഹൗസ് എപ്പോഴും നിലനിൽക്കുന്ന ഹൗസാണ് അത്. ഇറ്റ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് ടു ഡിസൊല്യൂഷൻ. സോ ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഈ ആർട്ടിക്കിൾ അറിയണം എന്നില്ല, അതാണ് അതിൻ്റെ പോയിന്റ്. പക്ഷേ നമ്മൾ എക്സാം ചെയ്യുന്ന സമയത്ത് ഈ ആർട്ടിക്കിൾ കാണുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ ചോദ്യം വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ബേസിക് കോമൺ സെൻസ് മാത്രമേ ഇവിടെ ആവശ്യം വരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പെൻഡ് എ ഡിസെൻറ്റിംഗ് ഒപ്പീനിയൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ്. ഇതിൽ ഇന്ദു മൽഹോത്ര എന്ന് പറയുന്ന ഈ ജഡ്ജ് ഏത് കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പെട്ടെന്ന് എത്താം. 2018-21 സമയത്താണ് ഇന്ദു മൽഹോത്ര ഉണ്ടായിരുന്നത്. അപ്പം ഈ സമയത്തെ ഒരു ജഡ്ജ്മെൻറ്റ് പോസിബിൾ ഏതാണ്? ബേസിക് സ്ട്രക്ചർ ഓഫ് ദ ഡോക്ട്രിനൊക്കെ നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു കാര്യമാണ്. അത് പണ്ടെങ്ങാനും നടന്നതാണ്. പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഴയ ഒരു കേസാണ്. ആൻഡ് ദെൻ ലാൻഡ് റിഫോംസ് ഓഫ് ഇന്ത്യ എപ്പോഴാണ് പഴയ അല്ലേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് അമെൻമെൻറ്റിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിലെ കേസിലാണ് അത് വരുന്നത്. സോ അതൊക്കെ എന്ന് പറയുന്നത് പഴയ ഒരു കേസാണ്. ഇപ്പം പോസിബിളി പുതിയ ഒരു കേസ് എന്ന് പറയുന്നത് ഏതാണ്? എൻട്രി ഓഫ് വിമൻ ടു ശബരിമല. അത് നമ്മളെല്ലാം അറിയുന്ന ഒരു സമയത്തുള്ള ഒരു കേസാണ്. സോ അത് ആവാനേ സാധ്യതയുള്ളൂ. ഇന്ദു മൽഹോത്രയുടെ ടൈം അറിയണം. അറ്റ്ലീസ്റ്റ് ഇന്ദു മൽഹോത്ര ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സോ ഇതാണ് അവരുടെ ഒരു കേസ്. കാരണം അത് 4:1 വേർഡിക്റ്റാണ് വന്നത്. അതായത് 4 പേരും അതിനെ സപ്പോർട്ട് ചെയ്തു. അതായത് ശബരിമലയിൽ സ്ത്രീകൾക്ക് എൻട്രി വേണം എന്നുള്ളതും അതൊരു വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് 4 ജഡ്ജസും അതിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരേ ഒരു സ്ത്രീ ആയിരുന്ന ഇന്ദു മൽഹോത്ര അതിനൊരു ഡിസെൻറ്റിംഗ് ആയിട്ടുള്ള അഭിപ്രായം, ഒപ്പീനിയൻ, ഡിസെൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഡിസഗ്രി ചെയ്തു, അതിന് ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ ഒരു ജഡ്ജാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എന്നുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. നമുക്ക് ജനറലി ഒരു എല്ലാ കാര്യങ്ങളും അറിയണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും, പ്രൊവൈഡഡ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ കേസും അതേപോലെ തന്നെ ഇതൊക്കെ ഒരു ബേസിക് പൊളിറ്റി പഠിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും.
ഇനി അടുത്ത ചോദ്യം നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഇനാക്റ്റഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ്സ്? ഇല്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനാക്ട് ചെയ്ത ഡേറ്റ്സ് ഏതാന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. കാരണം നമ്മൾ 26 നവംബർ 1949 പ്രിയാമ്പിൾ മെൻഷൻ ചെയ്യുന്ന ഡേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ 26 ജാനുവരി 1950 റിപ്പബ്ലിക് ഡേയുടെ ഡേറ്റും ഉണ്ട്. ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം ഇത് ഒന്ന് നോക്കണം. അതായത് 1949 1950 ഇത് രണ്ടും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഇനാക്ട് ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ പ്രിയാമ്പിൾ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഇനാക്ട് ചെയ്തതെന്നുള്ളത് പ്രിയാമ്പിൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ് അത് 26 നവംബർ 1949 എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റിലാണ് ഇനാക്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ചീഫ് ഗസ്റ്റ് ഇന്ത്യസ് 75th റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ? സോ 75th റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത് 2024 ക്വസ്റ്റ്യൻ 74 പക്ഷെ നമുക്കിപ്പോൾ അത് ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ 75th റിപ്പബ്ലിക് ഡേ 2024 ആരായിരുന്നു? അതായത് റീസെൻ്റ്ലി നടന്ന റിപ്പബ്ലിക് ഡേ ആഘോഷത്തിൻ്റെ ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്താണ്? ഇമാനുവൽ മാക്രോൺ, സിറിൽ രാമഫോസ, അബ്ദൽ ഫത്ത എൽ സിസി ആൻഡ് ജെയർ ബൊൾസനാരോ. ആരാ വരുന്നത്? ഇമാനുവൽ മാക്രോൺ. ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. സോ ഇദ്ദേഹമായിരുന്നു ഈ വർഷത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് 2 തീംസും ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് വികസിത് ഭാരത്, വികസിത് ഭാരത് ഡെവലപ്ഡ് ഇന്ത്യ, ആൻഡ് രണ്ടാമത്തതെന്ന് പറയുന്നത് വികസിത് ഭാരത്, ആൻഡ് രണ്ടാമത്തത് ഭാരത് ലോക്തന്ത്ര കി മാതൃക. ഭാരത് ലോക്തന്ത്ര കി മാതൃക. ഓക്കെ, ഭാരത് ലോക്തന്ത്ര കി മാതൃക, അതായത് ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ്? ഹു അഡ്മിനിസ്റ്റേഴ്സ് ഓത്ത് ഓഫ് ഓഫീസ് ടു ദി വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഹു അഡ്മിനിസ്റ്റേഴ്സ് ഓത്ത് ഓഫ് ഓഫീസ് ടു ദ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആരാണ് ഓത്ത് ഓഫ് ഓഫീസ്? ആരുടെ മുമ്പിലാണ് ഓത്ത് ഓഫ് ഓഫീസ് വരുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, എന്തായാലും വരുന്നില്ലല്ലോ. സ്പീക്കർ ഓഫ് ലോക്സഭ, ചാൻസ് തീരെയില്ല. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ ചൂസ് ചെയ്തേ പറ്റൂ. ആൻഡ് വൈസ് പ്രസിഡന്റ് ആരാ വരുന്നത്? ഇറ്റ് ഈസ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഓത്ത് ഓഫ് ഓഫീസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആരാണ് ഓത്ത് ഓഫ് ഓഫീസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്? അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇൻ ദി ആബ്സെൻസ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദ സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് ദി സുപ്രീം കോർട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓർഡർ സെക്കൻഡ് അമെൻമെന്റ് ബിൽ 2022 വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. ദിസ് ഈസ് പെർട്ടൈനിങ് ടു ദ സ്റ്റേറ്റ് ഓഫ്. സോ ദിസ് ഈസ് അബൌട്ട് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബില്ലാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓർഡറാണ്. ഇപ്പോൾ ബില്ലല്ല, ഇതൊരു ആക്റ്റായി. ഇത് എവിടെ പാസ് ചെയ്തു, ഏത് സ്റ്റേറ്റിൽ പാസ് ചെയ്തു എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, ഉത്തർപ്രദേശ് ആൻഡ് കേരള ഇത് പാസ്സാക്കിയത്. ഈ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് അറിയെങ്കിൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. കാരണം ഈ ബില്ലിനെ കുറിച്ച് നമുക്ക് അറിയണം. സോ ആ സമയത്ത് ദാറ്റ് വാസ് പാസ്ഡ് ഇൻ ഉത്തർപ്രദേശ്. ഇതിപ്പം ഒരു ആക്റ്റാണ്. ഇതെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ 4 ഡിസ്ട്രിക്റ്റിൽ ഗോണ്ട് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ട്രൈബ് ഉണ്ട്. സോ ഗോണ്ട് കമ്മ്യൂണിറ്റിയെ ഉത്തർപ്രദേശിലെ 4 ഡിസ്ട്രിക്റ്റിൽ ഷെഡ്യൂൾഡ് ട്രൈബായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് ഈ ഒരു ബില്ലെന്ന് പറയുന്നത്. 4 ഡിസ്ട്രിക്റ്റിൽ, 4 ഡിസ്ട്രിക്ട്സിൽ മാത്രം, യു പിയിലെ 4 ഡിസ്ട്രിക്ട്സിൽ മാത്രം ഗോണ്ട് എന്ന് പറയുന്നത് ഇനി ട്രൈബായിട്ട് കണക്കാക്കപ്പെടും, ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ കണക്കാക്കപ്പെടും എന്നുള്ളതാണ് ഈ ബില്ല് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്മിറ്റീസ് റെക്കമെൻഡഡ് ഫോർ ദി ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? സോ ദിസ് ഇസ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് റെക്കമെൻഡ് ചെയ്തത് ഏത് കമ്മീഷനാണെന്നുള്ളത് നമുക്കറിയാം. ഏതാ കമ്മീഷൻ? നമുക്ക് നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ദാറ്റ് ഈസ് സ്വരൺ സിംഗ് കമ്മിറ്റി ആണ് അത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ സർക്കാരിയ കമ്മീഷൻ അറിയണം. സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ സംബന്ധിച്ച് റെക്കമെൻഡേഷൻസ് കൊടുത്തതാണ് സർക്കാരിയ കമ്മീഷൻ. ആൻഡ് രാജമന്നാർ കമ്മീഷൻ എന്ന് പറയുന്നത് തമിഴ്നാട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത ഒരു കമ്മീഷനാണ്. തമിഴ്നാട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്ത രാജമന്നാർ കമ്മീഷൻ. രാജമന്നാർ കമ്മീഷൻ പറഞ്ഞത് സ്റ്റേറ്റ്സിന് കുറച്ചുകൂടി പവർ കൊടുക്കണം എന്നുള്ളതാണ്, ഡിവോൾവ് കൊടുക്കണം എന്നുള്ളതാണ് രാജമന്നാർ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു. ആൻഡ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നമുക്കറിയാം. എന്താണ്? പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ്? ഹു എമംഗ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? സോ ഫസ്റ്റ് CEC ആരാണ് എന്നാണ് ചോദ്യം. നാഗേന്ദ്ര സിംഗ് SP സെൻ വർമ്മ, സുകുമാർ സെൻ KVK സുന്ദരം. നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? സുകുമാർ സെൻ ആണ് ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വെൻ വാസ് ദ ഫസ്റ്റ് സെഷൻ ഓഫ് ദ ലോക്സഭ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ഹെൽഡ്? സോ ഫസ്റ്റ് സെഷൻ ഓഫ് ലോക്സഭ ഏത് സമയത്താണ് നടന്നതെന്നുള്ളതാണ്. സോ 51 നമുക്ക് ഓപ്ഷൻസ് നിന്ന് മാറ്റാവുന്നതാണ്. 52 ഫസ്റ്റ് സെഷൻ നടക്കുന്നത്. സോ ദാറ്റ് ഹാപ്പൻഡ് ഓൺ 13th May 1952. 13th May 1952 ലോക്സഭയും അതേപോലെ തന്നെ രാജ്യസഭയുടെയും രണ്ടുപേരുടെയും സെഷൻ നടക്കുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ദ ക്യാബിനറ്റ് മിഷൻ കെയിം ടു ഇന്ത്യ
എപ്പോൾ വന്നത്? ടു ഡിസ്കസ് ദി അൾട്ടിമേറ്റ് ട്രാൻസ്ഫർ ഓഫ് പവർ. എപ്പോഴാണ് ക്യാബിനറ്റ് മിഷൻ വരുന്നത്? 1946 ക്യാബിനറ്റ് മിഷൻ വരുന്നത്. ആൻഡ് ക്യാബിനറ്റ് മിഷൻ വാസ് ഫോംഡ് അണ്ടർ ദി ഇനിഷ്യേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി. സോ ക്ലെമന്റ് ആറ്റ്ലിയുടെ ഇനീഷ്യേറ്റീവിലാണ് ഈ പറയുന്ന ക്യാബിനറ്റ് മിഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ് മിഷനിലെ മെമ്പേഴ്സ് ശ്രദ്ധിക്കുക: സർ സ്റ്റാഫോർഡ് ക്രിപ്സ്, പിന്നെ AV അലക്സാണ്ടർ, അതേപോലെ തന്നെ പെത്തിക് ലോറൻസ്, ലോർഡ് പെത്തിക് ലോറൻസ്. സോ പെത്തിക് ലോറൻസ്, ദെൻ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് ദെൻ AV അലക്സാണ്ടർ. സോ ഇത്രയും പേര് ചേർന്നിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അണ്ടർ ദി ഇനീഷ്യേറ്റീവ് ഓഫ് ക്ലെമന്റ് ആറ്റ്ലി. ഏത് വർഷം? 1946. അടുത്ത കോൺസെപ്റ്റ് നോക്കുക. ദ കോൺസെപ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫസ്റ്റ് കെയിം ഇൻ ടു ബീയിങ് ഇൻ മാഗ്ന കാർട്ട. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് വരുന്നത്. ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് എവിടെ ഉണ്ടായ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ എവിടെ ഉണ്ടായിരുന്ന ഒരു ചാർട്ടറാണ് എന്നുള്ളതാണ് ചോദ്യം. അതെവിടെയാണ് ഉണ്ടായിരുന്നത്? ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ചാർട്ടറാണ് വിച്ച് വാസ് എഗ്രീഡ് അപ്പോൺ ബൈ കിങ് ജോൺ. അന്നത്തെ കിങ് ജോണിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്തതാണ്. അവിടുത്തെ പെസൻസ്, അവിടുത്തെ ഫാമേഴ്സ്, അവിടുത്തെ പെസൻസ് കിങ് ജോണിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യപ്പെട്ട ഒരു ചാർട്ടറാണ്. ചാർട്ടർ ഓഫ് നമുക്ക് ഇത്ര അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ടറാണ് മാഗ്ന കാർത്ത എന്ന് പറയുന്നത്. 1215 ആ സംഭവം. 1215 കിങ് ജോൺ ഇത് എഗ്രി ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് മാഗ്ന കാർത്ത. ഇനി ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ്? The chairman of a state public service commission can be removed by the order of the Prime Minister, President, Governor, Chief Minister. അപ്പം ഇതിൽ ശ്രദ്ധിക്കുക, സ്റ്റേറ്റ് PSC കമ്മീഷനിലെ മെമ്പേഴ്സ് ആയിക്കോട്ടെ, ചെയർപേഴ്സൺ ആയിക്കോട്ടെ, ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണർ ആണെങ്കിലും ഇവരെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡൻ്റ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താ? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പ്രസിഡൻ്റ് ആണ്. അടുത്ത നോക്കാം. ഇൻ കേസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഈസ് അറസ്റ്റഡ് ആൻഡ് ഡിനൈഡ് ദ റൈറ്റ് ടു ബി ഡിഫെൻഡഡ്. അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഡിഫെൻഡ് ചെയ്യാൻ അവകാശം കൊടുക്കുന്നില്ല. ദെൻ ഇൻ സച്ച് എ സിറ്റുവേഷൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ പ്രൊവൈഡ് എ റിലീഫ്. നമുക്കറിയാം അറസ്റ്റ് ആൻഡ് റിട്ടൻഷൻ വരുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് നമുക്ക് ഒറ്റ ഒരു നോട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ആർട്ടിക്കിൾ 22 ആണ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 22 എന്ന് മാത്രവുമല്ല, ഈ ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് വരാൻ സാധ്യതയില്ല. ആൻഡ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് ലേബറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ അത് വരുന്നില്ല. ആൻഡ് റിലീജനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 25. സോ ഒബ്വിയസ്ലി ഏതാ വരുന്നത്? ആർട്ടിക്കിൾ 22. പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു 25 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അനദർ 25. സോ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ പൊളിറ്റി എന്നുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുവാണ്. ഓർക്കുക, ഇത് കഴിഞ്ഞ വർഷത്തെ CGL ചോദിച്ച ചോദ്യങ്ങളാണ് എന്ന് മാത്രമല്ല എല്ലാ സെക്ഷനിലും തന്നെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് റിവൈസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് റിവിഷനും നടക്കും. ഇനി വീണ്ടും ഒരു വീഡിയോ ഒരു പാർട്ടുമായിട്ട് അനദർ 25 ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ അടുത്ത ഒരു സെഷനിൽ കാണാം. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണോ? വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഈ എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്